Welcome to Innus World Blogspot. Hi friends, Assalamualaikum. Welcome back to our channel. ഞാൻ വീണ്ടും വന്നു. ഇന്നത്തെ നമ്മൾ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമ്മളിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ച നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പില് ഒരു കപ്പാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ പോകുന്നത് വരെ ചൂടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇപ്പൊ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഈ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒരു പാത്രത്തില് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഇതിലോട്ടിട്ട് കൊടുക്കാം. കുറച്ചായി ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുത്താൽ ഇത് കട്ട പിടിക്കും. കുറച്ചായിട്ട് വേവിച്ചെടുക്കാം. വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള കിണ്ണത്തപ്പമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടി സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു. ബൈ ബൈ.